PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് 10ാം ക്ലാസ് ഇംഗ്ലീഷ് ആണ്. ഫസ്റ്റ് പാഠം ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ. അതിലെ 5th സെഷൻ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞു ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ദ ബനിയൻ ട്രീയില് ആരുടെ അഡ്വെഞ്ചേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മുടെ ഇപ്പൊ ഒരു സീൻ കഴിഞ്ഞു അല്ലെ, വെരി ഇമ്പോർട്ടന്റ് സീനാണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, എല്ലാവരും എഴുതിപ്പിക്കലും കഴിഞ്ഞു. നമ്മുടെ ഇതാണ് ഫസ്റ്റ് ഇൻസിഡന്റ്. എന്താ? കോബ്രിൻ ആൻഡ് ദ മംഗൂസ് തമ്മിലുള്ള ഫൈറ്റ് സീൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്. ഇനി അടുത്ത ഒരു ഇൻസിഡന്റ് ഇതിലേക്ക് വരിക. 2 ഇൻസിഡന്റ് ആണ് ഞാൻ പറഞ്ഞു. ആ 2 ഇൻസിഡന്റ് പഠിച്ച പാഠം സമ്മറി ആയി അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഒരു സംഭവമാണ്. ആദ്യത്തെ ഇൻസിഡന്റ് അപ്പൊ ഏതാണ്? മംഗൂസ് ആൻഡ് ദ സ്നേക്ക്. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഫൈറ്റിംഗ് സീൻ. ആൻഡ് ഹൂ വൺ ഇൻ ദ റേസ്? ദാറ്റ് ഈസ് ദ മംഗൂസ്. ആൻഡ് ദ കോബ്ര ഡെഡ് അല്ലെ. കോബ്ര ചത്തുപോയി, മംഗൂസ് ജയിക്കുകയാണ്. ഇനി സെക്കൻഡ് ഇൻസിഡന്റ് ആണ്. പേജ് നമ്പർ 13 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. പേജ് നമ്പർ 13 ലാസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം. ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. When I had also made a cautious descent from the banyan tree and returned to the house. When I എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയ് അല്ലെ, the main character, the little boy ആണ്. And he was spending his happy childhood എന്ന് പറഞ്ഞു. അതിലെ 2 ഇൻസിഡന്റ് അവന്റെ ചെറുപ്പത്തില് അവന്റെ ഒരു ദിവസം ഉണ്ടായ സന്തോഷകരമായ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഇനി അന്നത്തെ സംഭവം കഴിഞ്ഞു. നമ്മളിവിടെ ലാസ്റ്റിൽ അവസാനിപ്പിച്ചത് ആ ഫൈറ്റിംഗ് സീൻ കഴിഞ്ഞു, മംഗൂസ് ജയിച്ചു, അങ്ങനെ തിരിച്ചു പോകുന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങി എവിടെയായിരുന്നു ബോയ് ഇരുന്നിരുന്നത്? എവിടെയായിരുന്നു? ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബനിയൻ ട്രീ അല്ലെ. ഈ ഇൻസിഡന്റ് നടക്കണതിന്റെ മുകളിൽ അവൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അവൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരോടും വിശേഷം പറയണേ, ഈ കഥ പറയണം. അപ്പൊ നമുക്കത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദ നരേഷൻ ഓഫ് ദ ഇൻസിഡന്റ് നരേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അത് കഴിഞ്ഞാൽ ഈ കോൺവെർസേഷൻ വിത്ത് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഇതൊക്കെ വരാം. ഈ സംഭവം തന്നെ നിങ്ങൾ ഈ സംഭവം പഠിച്ചാൽ മതി. ആ ഫൈറ്റിംഗ് ഇൻസിഡന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് സംഭാഷണങ്ങളായിട്ട് കോൺവെർസേഷൻ, അതുപോലെ തന്നെ എന്താ ലെറ്റർ ആയിട്ട് ഈ സംഭവം അവനവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതണം. എല്ലാവർക്കും അറിയില്ല ഇപ്പൊ ലെറ്റർ എഴുതാനായിട്ട് ലെറ്ററിന്റെ മോഡൽ മാത്രം മാറ്റിയാൽ മതി. പിന്നെ മാറ്റർ നമ്മൾ പഠിച്ചു എഴുതി കഴിഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ആ മാറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ മാറ്റർ എഴുതണം, ലെറ്റർ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഹി വാസ് സെൻഡിങ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ. ലെറ്റർ എഴുതാൻ വരും, നരേഷൻ വരും, ഡയറി വരും. 3 എഴുതാനായിട്ട് ആ മാറ്റർ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാറ്റർ മാത്രം മതി. ആ ഇൻസിഡന്റ് അത് നന്നായിട്ട് എഴുതാൻ കിട്ടണം. കോബ്ര ആൻഡ് ദ മംഗൂസ് തുടക്കം തുടങ്ങി അവര് രണ്ടുപേരുടെ ഫൈറ്റിംഗ് സീൻ, അങ്ങനെ സീൻ അവസാനിക്കുന്നത് മംഗൂസ് വിജയിക്കുന്നത്. ഇനി അന്ന് വൈകുന്നേരം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. When I had also made a cautious descent, cautious, very careful, വളരെ ശ്രദ്ധയോടുകൂടി ഡിസെൻഡ് ചെയ്തു. ഡിസെൻഡ് ചെയ്യാൻ എന്താ? ഇറങ്ങി വരിക. ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്. അങ്ങനെ ട്രീയിൽ നിന്ന് അവൻ ഇറങ്ങി വന്നു, വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു കോൺവെർസേഷൻ വരും കേട്ടോ. എല്ലാവരും ഒരു കോൺവെർസേഷൻ എഴുതണം, തന്നെ എഴുതി കൊണ്ടുവരണം. ഈ സംഭവം തന്നെ കേട്ടോ ഒരു കോൺവെർസേഷൻ ആയിട്ട് എഴുതി കൊണ്ടുവരാം. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. അവൻ കണ്ട ഫൈറ്റിംഗ് സീൻ അല്ലെ, മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റിംഗ് സീനെ അവൻ എന്ത് ചെയ്യണം? ഒരു കോൺവെർസേഷൻ ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. ഗ്രാൻഡ് ഫാദറിന് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ വെരി ഹാപ്പി ആയി. ഹി വാസ് പ്ലീസ്ഡ്, പ്ലീസ് സന്തോഷം തോന്നി. എന്തിനു വേണ്ടിയിട്ടാണ്? ദ മംഗൂസ് ഹാഡ് വൺ. ആരാ ജയിച്ചത്? മംഗൂസ് ആണ് ജയിച്ചത് എന്ന്. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ. ഈ മംഗൂസിനെ അവര് വളർത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ടെയിം ചെയ്ത് ഇണക്കി വളർത്തിക്കൊണ്ടിരുന്നല്ല. പക്ഷെ അവരുടെ ആ പറമ്പില്, അവരുടെ ഗാർഡനില് അവിടെ നിൽക്കാൻ അനുവദിച്ചേക്കാം. മംഗൂസിനെ ഒരിക്കലും കൊല്ലില്ല. കാരണം പാമ്പുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവര് കീരിനെ അവിടെ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ അവർ വളർത്തിക്കൊണ്ട് വരുന്നതല്ല, പക്ഷെ അവർ എൻകറേജ് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ മംഗൂസിനെ നശിപ്പിക്കില്ല. ടു കീപ് അവേ ദ സ്നേക്സ്. എന്തിനു വേണ്ടിയിട്ടാ? മംഗൂസിനെ ഗ്രാൻഡ് ഫാദർ എൻകറേജ് ചെയ്യാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലാൻ നോക്കാതെ അവരവിടെ അത് വളർന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കിൽ ദ സ്നേക്സ്. പറമ്പില്
എന്തിനു പോവാൻ? പാമ്പുകളെ കൊല്ലാൻ വേണ്ടിയിട്ട്. ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി. അതിന് ഫെഡ് എന്താ? ഫീഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ്. എന്താ ഫെഡ്? ഫീഡ് എന്താ? ഭക്ഷണം കൊടുക്കുക. ഫെഡ് പാസ്റ്റ് ടെൻസ്, ഭക്ഷണം കൊടുത്തിരുന്നു. ഫെഡ് ഇറ്റ് റെഗുലർലി, കൃത്യമായിട്ടും കൊടുക്കണേ. വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ, കിച്ചണിൽ വരുന്ന സ്ക്രാപ്സ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ബാക്കി വരുന്ന ഭക്ഷണമൊക്കെ ആർക്കും ഇട്ട് കൊടുക്കാറുണ്ട്? ഈ മംഗൂസിന്. ഇപ്പൊ നമ്മൾ വീടുകളിലൊക്കെ ചിലപ്പോ പൂച്ചേനെ ഒന്നും വളർത്താനുണ്ടാവില്ല, പക്ഷെ പറമ്പിൽ നമ്മുടെ പുറമേ നിന്നൊക്കെ വരുന്ന പൂച്ചകളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണ സാധനം ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ അത് ഇട്ട് കൊടുക്കും ആ പൂച്ചകൾക്ക്. എന്ത് വേണ്ടിട്ടാ? നമ്മുടെ പറമ്പില് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ എലികളൊക്കെ പോകാൻ വേണ്ടി. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്നതല്ല കേട്ടോ, പുറമെ നടക്കുന്നതാണ്. പക്ഷെ നമ്മളതിനെ ഉപദ്രവിക്കുന്നില്ല. അത് അവർക്ക് ഭക്ഷണം റെഗുലറായിട്ട് കൊടുക്കും, കാരണം അവർ എന്തെങ്കിലും തിന്ന് അവിടെ കിടന്നോട്ടേക്കും. അതുപോലെ ഗ്രാൻഡ് ഫാദർ ആരനുവദിച്ചു കൊടുത്തിരുന്നു? ഈ മംഗൂസിനെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇട്ടുകൊടുത്ത് ചെയ്തിരുന്നു. ഹി ഹാഡ് നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ വളർത്താൻ നോക്കിയോ? നെവർ ട്രൈ ചെയ്തില്ല. ട്രൈഡ് പാസ്റ്റ് ടെൻസ് ഓഫ് ട്രൈ, ഒരിക്കലും ട്രൈ ചെയ്തിരുന്നില്ല. ടൈമിങ് ഇറ്റ്, ടൈം ഇണക്കിക്കൊണ്ട് തരാൻ. ഈ മംഗൂസിനെ ഇണക്കിക്കൊണ്ട് അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ അവരുടെ പറമ്പിലുള്ള മംഗൂസൊക്കെ ഇണക്കി അവര് പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ വളർത്താൻ നോക്കിയില്ല. ബിക്കോസ് കാരണം ഇണങ്ങിയ മംഗൂസ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്ന കീരിയാണെങ്കിൽ അത്രയും എന്ന് വെച്ചാൽ ഒരു ആക്രമണ ബുദ്ധി അല്ലെങ്കിൽ ആക്രമണത്തിനുള്ള ഒരു ആവേശം അത്ര ഉണ്ടാവില്ല. Because wild mongoose were more useful than a domesticated one. എന്താ പ്രത്യേകത? അല്ല, എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാതെ? എന്തുകൊണ്ടാണ് ടൈം ചെയ്യാതിരുന്നത്? ഇണക്കി വളർത്തുക, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാം. സെയിം മീനിങ്, ടൈം ചെയ്ത് വളർത്തുക, ഇണക്കി വീട്ടിലെ വളർത്തുമൃഗമാക്കി മാറ്റാഞ്ഞത് ഏതാണ് ഏറ്റവും നല്ലത്? വൈൽഡ് മംഗൂസ് ആണ്. ഡൊമസ്റ്റിക്കേറ്റഡ് വൺ, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മംഗൂസിനേക്കാളും നല്ലത് ആരാണ്? വൈൽഡ് ആയിട്ടുള്ള മംഗൂസ് ആണ് എന്ന്. വാസ് മോർ യൂസ്ഫുൾ ദാൻ ഇൻ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അപ്പൊ ഈ പാരഗ്രാഫിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ ഇൻസിഡന്റ് കഴിഞ്ഞു. ഹി ഡിസെൻഡ് ഫ്രം ദ ട്രീ, മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ ഗ്രാൻഡ് ഫാദറിനോട് എല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും എഴുതി വെക്കുക. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ബോയ്. ആ കോൺവെർസേഷൻ എല്ലാവരും തന്നെ എഴുതി ഉണ്ടാക്കണം കേട്ടോ. ഈ സംഭവം തന്നെ നമ്മളിപ്പോ അവിടെ നടന്ന സംഭവമില്ലേ, അത് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നത്. അടുത്ത പാരഗ്രാഫില്, ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൻ സോ എ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. പെട്രോളിംഗ് എന്താ? പെട്രോളിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റി തിരിഞ്ഞ് നടക്കുക. രാത്രി പോലീസൊക്കെ പെട്രോളിംഗ് നടക്കാന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാ? റോന്ത് ചുറ്റുക എന്നൊക്കെ പറയില്ലേ, ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൻ സോ ദ മംഗൂസ്. ഐ ഓഫൺ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൻ കാണാറുണ്ട്. ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ, ഗാർഡന്റെ 4 മൂലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ 4 മൂലയിൽ കൂടി ആര് നടക്കുന്നുണ്ടാവും? ഈ മംഗൂസ് നടക്കുന്നുണ്ടാവും. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരു ദിവസം അവൻ പറയാണ്, ഇതത്ര ഇൻസിഡന്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. അവൻ പറയാണ്, മംഗൂസ് അവിടെ പറമ്പിൽ തന്നെ ഉള്ളതാന്ന് പറയാൻ വേണ്ടി എക്സാമ്പിൾസ് പറയാണ്. ഒരു ദിവസം അവൻ നോക്കിയപ്പോ ആ മംഗൂസിന്റെ വായയില് എന്തുണ്ട്? കോഴിമുട്ട. നമ്മുടെ പറമ്പിൽ കോഴിയൊക്കെ മുട്ടയിട്ട് കഴിഞ്ഞാൽ കാക്കി എടുത്തുകൊണ്ട് പോണ കാണും ഇല്ലേ? കാണാറില്ലേ? കാക്കയുടെ വായയിൽ ഇങ്ങനെ വെച്ചോണ്ട് നമ്മൾ എന്താ ചെയ്യാം? ഓടിപ്പിക്കുക, കാക്കനെ ചെയ്യാം. പക്ഷെ ഇവിടെ മംഗൂസ് കോഴിമുട്ട എടുത്തുകൊണ്ട് പോയാലും ഗ്രാൻഡ് മദർ ഒന്നും ചെയ്യില്ല എന്ന്. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ആരാ? ഇൻ ഹിസ് മൗത്ത്. ആരുടെ മൗത്തിലാ? മംഗൂസിന്റെ വായയിൽ കണ്ടപ്പോ ആൻഡ് ന്യൂ he had been in the poultry house. And knew he had been. അവൻ എവിടുന്നാ വരുന്നത്? പൗൾട്രി ഹൗസ് കോഴിക്കൂട്. ആ കോഴിക്കുട്ടിയിൽ നിന്ന് അവൻ എന്തെടുത്തോണ്ട് പോവാണ്? ഒരു മുട്ട എടുത്തോണ്ട് പോവാണ്. ബട്ട് ഹി ഹാഡിൻ ഹാംഡ് ദ ബേർഡ്സ്. പക്ഷെ മംഗൂസ് പതുക്കെ ചെന്ന് ഒരു കോഴിമുട്ട എടുത്തുകൊണ്ടു. ബട്ട് ഹി ഡിഡിൻ ഹാംഡ്. ഉപദ്രവിക്കുക. അവൻ ഒരിക്കലും ഉപദ്രവിക്കാറില്ല ദ ബേർഡ്സ്. അവിടെയുള്ള ബേർഡ്സിനെ ഒരിക്കലും ഉപദ്രവിക്കില്ല, എന്നുവെച്ചാൽ കോഴികളെ. ആൻഡ് ഐ ന്യൂ grandmother would forgive him for stealing and as long as he kept the snakes away from the house. As long as അതുവരെ, ഏതുവരെ? He
kept the snakes away from the house. ഈ വീട്ടില് അല്ലെങ്കിൽ ഇവരുടെ പറമ്പില് സ്നേക്സ് വരാതെ നോക്കുന്നിടത്തോളം കാലം വരെ ഗ്രാൻഡ് മദർ വുഡ് forgive him. ക്ഷമിക്കും. എന്ത് ചെയ്ത? കോഴിമുട്ട എടുത്തുകൊണ്ട് പോകണ കോഴിമുട്ട എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടാൽ ഗ്രാൻഡ് മദർ ഒന്നും ചെയ്യില്ല. ഗ്രാൻഡ് മദർ ക്ഷമിക്കുകയാണ്. അവനത് കൊണ്ടുപോകട്ടെ. കോഴികളെ ശല്യം ചെയ്യില്ല. അപ്പൊ മംഗൂസ് വന്ന് അത് എടുത്തുകൊണ്ട് പോകുമ്പോ ഗ്രാൻഡ് മദർ ഒന്നും ചെയ്യില്ല, അവനോട് ക്ഷമിക്കുകയാണ്. കാരണം എന്താണ്? ലാസ്റ്റ് ലൈനിൽ പറയുന്നത് ഹി കെപ്റ്റ് ദ സ്നേക്സ് ഫ്രം ദ ഹൗസ്. വീട്ടിലേക്ക്, അവരുടെ പറമ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീടിന്റെ ചുറ്റും പാമ്പിനെ വരാതെ നോക്കിയിരുന്നു ആര്? മംഗൂസ്. കിട്ടിയോ? അപ്പൊ ഈ മംഗൂസിനെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞു മംഗൂസിന്റെ ഗ്രാൻഡ് ഫാദർ അവിടെ വളർത്തണതാണെന്ന്. എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല, ടൈംഡ് അല്ല, പക്ഷെ വളരാൻ അനുവദിച്ചു വിട്ടിരിക്കുകയാണ്. അതിന് വീട്ടിൽ നിന്ന് ആവശ്യമുള്ള ഭക്ഷണാവശിഷ്ടങ്ങള് കൊടുക്കും. രണ്ടാമത് പറയാണ് അതിനെ കുറിച്ചാണ്, വീണ്ടും പറയാണ് ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയുന്നത്. ഗ്രാൻഡ് മദറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് മംഗൂസിനോട്? അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ മംഗൂസ് ആണ് കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇപ്പൊ ഈ പാരഗ്രാഫിൽ പറയാണ് ഗ്രാൻഡ് മദറിന്റെ ആറ്റിറ്റ്യൂഡ്. എന്താ ഗ്രാൻഡ് മദറിന്റെ ആറ്റിറ്റ്യൂഡ്? Grandmother always pardoned him. ക്ഷമിക്കും. Even though she saw that he was taking an egg from the poultry farm. പൗൾട്രി ഫാമിൽ നിന്ന് അവൻ കോഴിമുട്ട എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടാലും ഗ്രാൻഡ് മദർ ഒന്നും മിണ്ടില്ല, അവനോട് ക്ഷമിക്കുകയാണ്. കാരണം എന്താ കാരണം? ആ കോഴിയുടെ മുട്ട അവൻ കൊണ്ടുപോകുന്നതിന് ക്ഷമിക്കാൻ കാരണം എന്താണ്? പാമ്പുകളിൽ നിന്ന് ആ വീടിനെ രക്ഷിക്കാൻ. ആ വീടിന്റെ പറമ്പിലും ആ വീടിന്റെ ചുറ്റുവട്ടത്തും പാമ്പ് വരാതിരിക്കാൻ, പാമ്പിനെ നശിപ്പിക്കുന്നത് ആരാണ്? മംഗൂസാണ് എന്ന്. The banyan tree was also setting forth what we were to call strange case of the grey squirrel and white rat. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഇൻസിഡന്റ് തുടങ്ങുകയാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ഇൻസിഡന്റ് ഇവിടെ തുടങ്ങി ശരിക്കും പഠിക്കണം. ഇവിടെ പറയുന്നത് the banyan tree was also the settings for what we were to call the strange case of the grey squirrel white rat തമ്മിലുള്ള റിലേഷൻ അവിടെ നടക്കുന്നത്. അത് എവിടെയാ? ബനിയൻ ട്രീയില്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് എവിടെയാണ്? ഞാൻ പറഞ്ഞ രണ്ട് ഇൻസിഡന്റ്, ഒന്ന് ബനിയൻ ട്രീയുടെ അടുത്ത്, രണ്ടാമത്തത് ബനിയൻ ട്രീയില് നടക്കുകയാണ്. എന്താ ബനിയൻ ട്രീയില് നടക്കണേ നോക്കാം. ആദ്യം തമ്മിലുള്ള ഇൻസിഡന്റ് ആണ്. ആദ്യത്തെ ഇൻസിഡന്റിൽ നമ്മൾ പറഞ്ഞു കോബ്ര ആൻഡ് ദ മംഗൂസ്. രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് അടയാളപ്പെടുത്തി വെക്കുക, ഗ്രേ സ്ക്വിരൽ. കണ്ടില്ലേ രണ്ടാമത്തെ ലൈനില്? ദ ഗ്രേ സ്ക്വിരൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. കണ്ടോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കില്? ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ഇനി കഥ തുടങ്ങുകയാണ്. ഇവിടെ തുടങ്ങി ശരിക്കും പഠിക്കണം. ദ ഇൻസിഡന്റ്, രണ്ടാമത്തെ ഇൻസിഡന്റ്. ഇനി വൈറ്റ് റാറ്റ് ആര് വാങ്ങിച്ചോണെന്താ? വെള്ളെലി. കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ എല്ലാവരും? വെള്ളെലിനെ നമ്മൾ എലിനെ വളർത്തും. എലി നമുക്ക് ദേഷ്യമാണ്. പക്ഷെ വെള്ളെലിനെ ആളിൽ ശരിക്കും മൊയിലിനെ വളർത്തുക, അല്ലെങ്കിൽ തത്തേനെ വളർത്തുക, അല്ലെങ്കിൽ പക്ഷികളൊക്കെ നമ്മൾ വളർത്തില്ലേ, അതുപോലെ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് വെള്ളെലി. The white rat was grandfatherന്റെ ആണത്. He എവിടെന്നാ വാങ്ങിച്ചോണ്ടെന്ന് നോക്കാം. He had brought it from the bazaar for 4 annas. എത്ര രൂപയ്ക്കാണ്? 4 anna. 4 അണയ്ക്ക് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. But I would often take it with me into the roads and the branches of the old banyan tree, where it soon struck up a friendship with one of the squirrels. അങ്ങനെ അവൻ പറയാണ് 4 അണ കൊടുത്ത് ഗ്രാൻഡ് ഫാദർ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഈ വെള്ളെലിനെ. ആ വെള്ളെലിനെ I would often take it with me. ഇവൻ മരത്തിലേക്ക് പോയില്ലേ, പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയില്ലേ, ആ സമയത്ത് അവൻ ആരും കൊണ്ടുപോകാറുണ്ട്? ഈ എലീനെയും കൊണ്ടുപോകും. അങ്ങനെ ഈ എലീനെ ബ്രാഞ്ചസിൽ വെക്കുന്ന സമയത്ത് അവിടെ ഒരു റിലേഷൻ തുടങ്ങാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാണ്. ആര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്? വൺ ഓഫ് ദ സ്ക്യൂരൽ. ആ ഒരു സ്ക്യൂരലും ഈ വെള്ളെലിയും തമ്മില് they would go off together. അങ്ങനെ ഇവൻ കൊണ്ടുപോയി എലീന ബ്രാഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എലിയും സ്ക്യൂരലും കൂടി അങ്ങോട്ട് പോയിക്കോളും. കുറച്ചേരം കഴിയുമ്പോൾ അവിടെ തിരിച്ചു വരും, അവരങ്ങോട്ട് പോകും. they would go off together on a little excursion among the branches. ആ രണ്ടുപേരും വെള്ളെലിനെ, വൈറ്റ് റാറ്റിനെ he was taking from the home. അങ്ങനെ ട്രീയുടെ ബ്രാഞ്ചസിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ എന്ത് സംഭവിക്കും? ബ്രാഞ്ചസിൽ നിന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ they will go for an excursion. അവരൊരു എക്സേർഷൻ പോവാ, ഒരു ട്രിപ്പ് പോവാണ്. ആ രണ്ടുപേരും കൂടിയാ, സ്ക്വിരൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്, രണ്ടുപേരും കൂടി ഒരു എക്സേർഷൻ പോവും ബ്രാഞ്ചിലേക്ക് എല്ലാ ഭാഗത്തേക്കും. then the squirrel started building a nest. അങ്ങനെ എന്നും നടക്കാറുണ്ട്. അപ്പൊ അവിടെ പറയാണ്, അവിടെ ഇൻസിഡന്റ് തുടങ്ങുകയാണ്. ആര് തമ്മിലുള്ള ഇൻസിഡന്റ് ആണ്? the white squirrel and the ഗ്രേ സ്ക്വിരൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്.
വൈറ്റ് റാറ്റിനെ ഗ്രാൻഡ് ഫാദർ കൊണ്ടുവന്നതാണ് for an hours. Then he take that the boy took the rat to the tree and then he placed it on the branches. Then the white squirrel and the rat, both of them, they went for an excursion. ഇങ്ങനെ ഇവരുടെ റിലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കൊണ്ടുപോകും, അവർ എക്സർഷന് പോകും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, വീട്ടിലേക്ക് പോകും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. Then the squirrel started building a nest. സ്ക്വിറൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറച്ചു നാൾ കഴിഞ്ഞപ്പോ സ്ക്വിറൽ എന്ത് ചെയ്യാൻ തുടങ്ങി? നെസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി, കൂടുണ്ടാക്കാൻ. എപ്പോഴാ കൂടുണ്ടാക്കാൻ? പ്രസവിക്കാറായി കുഞ്ഞുങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്. ആദ്യം എവിടെ കൂടുണ്ടാക്കാൻ നോക്കിയ? സ്ക്വിറൽ എപ്പോഴും ഒരു പോക്കറ്റ് വന്നിരിക്കും അല്ലെ? ഇവന്റെ പോക്കറ്റിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് കൂടുണ്ടാക്കണ പോലെയാക്കി. And when I went indoor and changed my clothes, അവൻ അകത്ത് ചെല്ലുമ്പോ ഇൻഡോറിലേക്ക് ചെന്നാൽ അവൻ എന്ത് ചെയ്യും? ഡ്രസ് ഊരി കണ്ടിട്ടില്ലേ? And I would find, അങ്ങനെ നോക്കുമ്പോ എന്ത് കാണാം? അവന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ സ്ട്രോ, വൈക്കോലുകള്, ഗ്രാസ്, പുല്ലുകള് ഫോളിങ് ഔട്ട്. കാരണം കൂടുണ്ടാക്കാനായിട്ട് പുല്ലും വൈക്കോലൊക്കെ കൊണ്ടുവന്ന് ഇവന്റെ പോക്കറ്റിൽ വെക്കും. ഇവൻ ചെന്ന് വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറിയിടുമ്പോ അതൊക്കെ പുറത്തേക്ക് പോകും. Then one day, ഇനി അങ്ങനെ എന്നും കൂടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിരുന്നു. പക്ഷെ അവൻ ഈ സ്ക്വിറൽ കൂടുണ്ടാക്കിയതും കണ്ടില്ല, ആ സ്ക്വിറൽ പ്രസവിക്കാറായതും ഒന്നും അറിയില്ലായിരുന്നു. Then one day grandmother's knitting was missing. ഒരു ദിവസം ഗ്രാൻഡ് മദറിന്റെ നിറ്റ് വെച്ചാൽ തുന്നുന്ന തുണി കാണാനില്ല, was missing. We hunted for it everywhere. എല്ലായിടത്തും ഹണ്ടഡ് ചെയ്തു, അന്വേഷിച്ചു. In the whole of the banyan tree. Sorry. We hunted, line വിട്ടുപോയി കേട്ടോ, ശരി നോക്കാം. We hunted for it everywhere but without success. പക്ഷെ ഒരു സക്സസ് ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തും കണ്ടില്ല. Next day I saw something glinting in the hole of the banyan tree. പിറ്റേ ദിവസം നോക്കിയപ്പോ എന്തോ സംതിങ് ഗ്ലിൻഡിങ് എന്താ? ഗ്ലിൻഡ് ചെയ്യാം, തിളങ്ങുക. എന്തോന്ന് തിളങ്ങുന്നത് പോലെ ഒരു ഹോളിൽ അവൻ കാണുന്നുണ്ട്. ഗോയിങ് അപ് ടു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, അന്വേഷിക്കാൻ പോയപ്പോ I saw that it was the end of the grandmother's steel knitting. മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാണാതെ പോയ ആ നിറ്റിംഗ് നീഡിലാണ്, സൂചിയുടെ ഒരു അറ്റം കാണുകയാണ് കേട്ടോ. അവൻ നോക്കിയപ്പോ ആ ഹോളിന്റെ അവിടെ എന്തോ തിളങ്ങണു. നോക്കിയപ്പോ ആ സൂചിയുടെ അറ്റം കണ്ടു. On looking further, ഒന്നും കൂടി അവൻ പോയി ഉള്ളിലേക്ക് നോക്കി. I discovered that the hole was crammed with knitting. ആ ഹോളിന്റെ ഉള്ളിൽ ക്രാംഡ് കുത്തി നിറച്ചേക്കാണ് എന്ത്? നിറ്റിംഗ്, ആ തുണികള്. Among us the വൂളിന്റെ കൂടെ were 3 baby squirrel, all them white. ആ തുണികൾ ഇങ്ങനെ കുത്തി നിറച്ചിങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ അവൻ ശരിക്കും എത്തിച്ചു നോക്കി ആ ഹോളില്. അപ്പൊ നോക്കിയപ്പോ എന്താ കണ്ടത്? ബേബി സ്ക്വിറൽസ് 3 എത്രണ്ണ? 3 ബേബി സ്ക്വിറൽസ് ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ബേബി സ്ക്വിറൽസ്. നമ്മൾ എവിടെയെങ്കിലും അണ്ണാന്മാരെ കണ്ടിട്ടുണ്ടോ വെളുത്തത്? എപ്പോഴും അണ്ണാൻ എങ്ങനെയാ? സ്ക്വിറൽ എങ്ങനെയാ? ഗ്രേ കളർ. ഈ സ്ക്വിറലും ഗ്രേ ആണ്. പക്ഷെ നോക്കിയപ്പോ ഈ കുഞ്ഞുങ്ങള് വൈറ്റ് സ്ക്വിറൽസ് ആണ്. അങ്ങനെ അവൻ അവിടെ സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പൊ സംഭവം വെരി സിമ്പിൾ, ചെറുതാണ് ഈ സ്ക്വിറലിന്റെയും റാറ്റിന്റെയും. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽ. അങ്ങനെ ഇത് ചെന്നും ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. അവിടെ നരേഷൻ ചെയ്യാം കേട്ടോ. ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്, പക്ഷെ ഗ്രാൻഡ് ഫാദർ നെവർ സീൻ സച്ച് എ സ്ക്വിറൽ ബിഫോർ. And we gazed at them in wonder. അത്ഭുതപ്പെട്ട്, കാരണം ആരും ഇതുവരെ വെളുത്തൊരു സ്ക്വിറലിനെ കണ്ടിട്ടില്ല. അവർ അത്ഭുതപ്പെട്ട് നോക്കി. We were puzzled for some time. കുറച്ചു നേരത്തേക്ക് അവർ ആകെ പസിൽഡായി, ആകെ അത്ഭുതപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. But when I mentioned the white rat's frequent visit to the tree, ആ സമയത്താണ് അവൻ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞത് ആ വൈറ്റ് റാറ്റിന്റെ ഫ്രീക്വന്റ് വിസിറ്റ്, ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അങ്ങനെ പറഞ്ഞപ്പോ ഗ്രാൻഡ് ഫാദർ എനിക്ക് പറഞ്ഞത് എന്താണ്? ഈ സ്ക്വിറൽസ്, ഈ ബേബി സ്ക്വിറൽസ് വൈറ്റ് ആവാൻ കാരണം അവരുടെ ഫാദർ ആരായിരിക്കുമെന്ന്? ആ റാറ്റ് ആണ് എന്ന്. റാറ്റ് ആൻഡ് ദ സ്ക്വിറൽ were related to each other. റാറ്റും സ്ക്വിറൽസും തമ്മിൽ എന്താണ്? റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് were related to each other, he said, and so it was quite possible for them to have offsprings in the case. സാധാരണ സ്ക്വിറൽസും റാറ്റ്സും തമ്മിൽ നല്ല കൂട്ടാണ്, എലികളും അണ്ണാനും തമ്മിൽ. അതുകൊണ്ട് അവർക്ക് they have the offsprings കുഞ്ഞുങ്ങള്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാം in case. അതാണ് വൈറ്റ്. ഇൻ ദിസ് കേസ്, ഈ കേസിലെ പോലെ അതാണ് വൈറ്റ് സ്ക്വിറൽസ് ഉണ്ടാവാൻ കാരണം. കിട്ടിയോ? അപ്പൊ എല്ലാവർക്കും
ആ ഇൻസിഡന്റിനെ കുറിച്ച് മനസ്സിലായില്ലേ? എന്താ ഇൻസിഡന്റ്? വൈറ്റ് സ്ക്വിറൽസ് ഉണ്ടാവുന്നതാണ്. ആര് തമ്മിലുള്ള ഇൻസിഡന്റ് ആണ്? ഒന്നുകൂടി കട്ട് ഷോട്ട് ചെയ്യാം, വേഗം ആ സംഭവം പറയാം. എന്താണ്? ആര് തമ്മിലുള്ള ഇൻസിഡന്റ് ആണ്? ദ സെക്കൻഡ് ഇൻസിഡന്റ്, ഇറ്റ് വാസ് ഓൺ ദ ട്രീയിൽ നടക്കുന്നതാണ്. ദ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ് അല്ലെ? വൈറ്റ് റാറ്റിനെ ദ ബോയ് വാസ് always taking that white rat to the branches when he go to the branches but for reading the books വായിക്കാൻ കൊണ്ടുപോകുമ്പോ അവൻ കൊണ്ടുപോകാറുണ്ട് ഈ വൈറ്റ് റാറ്റിനെ. and when he kept it on the branch, what happened? എന്ത് സംഭവിക്കാം? two of them ആരാണ്? the white rat and the squirrel, the grey squirrel, രണ്ടുപേരും എക്സേർഷന് പോകാറുണ്ട്. ബട്ട് ആഫ്റ്റർ സം ഡേയ്സ്, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവർ അന്വേഷിക്കാൻ കാരണം ഗ്രാൻഡ് മദറിന്റെ നിറ്റിംഗ് കാണാണ്ടായപ്പോഴാണ് ആ തുണികളും ആ സൂചിയും ഒക്കെ നോക്കിയപ്പോ ഓൺ ദ ഹോൾ, ഒരു ഹോളിൽ കണ്ടു. അങ്ങനെ ആ ഹോളിൽ ചെന്ന് നോക്കിയപ്പോ അതിൽ എന്താ കണ്ടത്? 3 വൈറ്റ് സ്ക്വിറൽസ്. ഈ കഥ വന്ന് അവൻ ഇവിടെ പറഞ്ഞു, ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞപ്പോ ഗ്രാൻഡ് ഫാദർ പറയുന്നത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല, സംടൈംസ് ഇറ്റ് മേ ഓക്കർ. കാരണം എന്താണ്? ബോത്ത് ദ സ്ക്വിറൽ ആൻഡ് ദ റാറ്റ്സ് they have some relationship. അതുകൊണ്ട് ഈ റാറ്റ് ആയിരിക്കാം ആ സ്ക്വിറൽസിന്റെ ഫാദർ. അതുകൊണ്ടാണ് ആ സ്ക്വിറൽസ് ഏത് കളർ വന്നത്? ഈ റാറ്റിന്റെ വൈറ്റ് കളറ് കിട്ടിയത്. അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഈ സംഭവം എല്ലാവരും പഠിച്ചിട്ട് വരിക. ഈ ഇൻസിഡന്റ്, സെക്കൻഡ് ഇൻസിഡന്റ്, അത് നരേഷൻ ആയിട്ട് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് തന്നെ അത് ലെറ്റർ, ഡയറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആദ്യം അത് നരേഷൻ ആയിട്ട് പഠിക്കാൻ സംഭവം. അപ്പൊ നമുക്കതെല്ലാം എഴുതി. 2 ഇൻസിഡന്റ് കിട്ടി ഇല്ലേ? കോബ്ര ആൻഡ് ദ മംഗൂസ് തമ്മിലുള്ള ഇൻസിഡന്റ്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ലോങ് ഇൻസിഡന്റ് കേട്ടോ. അത് കുറെ എഴുതാനുണ്ട് നമുക്ക്, നല്ലൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അതും നമുക്കുള്ളത് 2 ഇൻസിഡന്റ് ആണുള്ളത്. ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ 3 ലിറ്റിൽ വൈറ്റ് സ്ക്വിറൽസ്. ദ ഗ്രേ സ്ക്വിറലും വൈറ്റ് റാറ്റും അവർക്ക് ഉണ്ടാവുന്ന 3 ലിറ്റിൽ വൈറ്റ് സ്ക്വിറൽസ്. കിട്ടിയോ എല്ലാവർക്കും? സ്റ്റോറി മനസ്സിലായി? The boy, he was spending his vacation with his grandfather and grandmother. അവിടെ ഉണ്ടാകുന്ന 2 സംഭവം, ആ 2 സംഭവം നന്നായിട്ട് എഴുതാൻ കിട്ടണം എല്ലാവർക്കും. മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ വീഡിയോയില് നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പ് വിടാം. അത് ഈ നോട്ട്സിനെ പ്രിന്റ് എടുത്ത് അയക്കാം, അതിന്റെ പറഞ്ഞു തരാം.